One of the best. Career top 3 performances I think gentleman, charismatic gentleman. New actors fight ഈ സിനിമ ഡീൽ ചെയ്യുന്നൊരു വിഷയം ഒരു ഡ്രഗ് റിലേറ്റഡ് വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹം തന്നെ ഡ്രഗ് റിലേറ്റഡ് ഭയങ്കര റോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു പടം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഭയങ്കര റെലവെൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. റെലവെൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. ഒരു റിയൽ പ്രോബ്ലം തന്നെയാണ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലും പുറം സ്റ്റേറ്റ്സിലൊക്കെ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ടച്ച് ഓൺ ചെയ്യുന്ന ഫിലിമിയുടെ മലയാളത്തിൽ ഇത്രയും പക്ഷേ എന്നാൽ ഒരു എൻ്റർടൈനിങ് ഫിലിം കൂടിയാണ്. അപ്പോൾ ദാറ്റ്സ് ദ സ്വീറ്റ് സ്പോട്ട്. ആ മെസ്സേജ് അതിലുണ്ട്. സന്തോഷമായി പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയത് നല്ലൊരു സംഭവമാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഫിലിമിൽ കാണാം. കുറ്റക്കണ്ണുള്ളതും ഇല്ലാത്തതൊന്നും കാര്യമല്ല. പെർഫോമൻസ് കണ്ട വില്ലനിസം കണ്ട് എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിലുള്ള പ്രേക്ഷകർ? അത് ശരിക്കും ഞാനല്ല പറയേണ്ടത്, കാണുന്നവരാണ് പറയേണ്ടത്. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. ബാക്കി കാണുന്നവർ പറയണം. ഓഡിയൻസ് ആണ് എപ്പോഴും പറയേണ്ടത്, അവരാണ് ജഡ്ജ്. സോ അവർ കാണട്ടെ, അവർ പറയട്ടെ. ആദ്യ സിനിമയായിരുന്നു. അതെ, ആദ്യ സിനിമ നല്ലൊരു കട്ട വില്ലനിസത്തിലൂടെയല്ലോ വരവ്. ചാക്കോച്ചൻ്റെ ഒപ്പം എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം ആ റൂഡ് ലുക്കൊക്കെ റിയൽ ആയിട്ടുള്ളതാണോ? ആ റൂഡായിട്ടുള്ള ലുക്കൊക്കെ റിയൽ ആയിട്ടുള്ളതാണോ? ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആയതല്ലോ? അങ്ങനെയുണ്ടോ? റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടോ? റിയൽ ലൈഫിൽ പാവാണ്, വളരെ പാവമാണ്. ഫൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ചാക്കോച്ചനായിട്ടുള്ള ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു. ഒരു 2-3 ദിവസം ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്നെ വന്ന് കുറെ എടുത്തിട്ട് അടിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ഒടുവിൽ ഐ തിങ്ക് വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആദ്യ സിനിമയാണോ? ആദ്യ പടം ആദ്യ സിനിമയ്ക്ക് തന്നെ ഇത്ര എഫേർട്ട് എടുക്കാന്ന് പറയുന്നത് ഗംഭീര ഒരു എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും? Yeah, I feel like I'm so happy that I got cast in a role that's a villain role and not a romantic role, because it's a lot of fun. Like I feel like as a woman you usually get cast in these romantic roles. So അങ്ങനെ നോക്കുമ്പോൾ it was really nice. ഇതൊരു 5-ാം പാതിരയ്ക്ക് മേലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പറയുന്നത്. സത്യം ഹാപ്പി അല്ലേ ശരിക്കും? വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പടം കണ്ടോ? കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനായിരുന്നു പോയി പറയൂ, എല്ലാവരും പോയി കാണട്ടെ. തീർച്ചയായിട്ടും എനിക്കൊന്ന് വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഷെയ്ഡുള്ള ക്യാരക്ടർ, കുറച്ചും കൂടെ ചെയ്യാൻ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ഒന്ന് ഓൺ സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയി തോന്നുന്നു. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മാക്സിമം ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് ഐ എൻജോയ് ദ ടോട്ടലി. ഐ റിയലി എൻജോയ്. നെക്സ്റ്റ് സംസാരിക്കാണ് വരാനായിട്ട്, ബട്ട് ദർ ആർ കപ്പിൾ ഓഫ് വേർഡ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം, ഹോപ്പ്ഫുള്ളി ഈ വർഷം 1-2 പടം കൂടെ വരാം എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവരും പറയണം പ്ലീസ്, പോയി എല്ലാവരോടും പടം കാണാൻ. വളരെ ഡിഫറെൻറ്റ് പരിപാടിയാണ്. ഭയങ്കര അല്ലേ അടിപൊളിയായിട്ട് വേറെ പരിപാടി പിടിച്ചേക്കണേ. അപ്പോൾ അതും ഭയങ്കര അടിപൊളിയായി. പിന്നെ വിശാഖ് ടീം എല്ലാവരും ഈ പടത്തിൽ എല്ലാവരും എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പടം ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ടീമിൻ്റെ ഭാഗമായിട്ട് ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത്. എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും പടം തിയേറ്ററിൽ പോയിട്ട് കാണാം. ശരി. ബ്യൂട്ടിഫുൾ, എന്താ പറയുക, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. എക്സലൻ്റ്ലി എക്സിക്യൂട്ടഡ്, നല്ല ബ്യൂട്ടിഫുൾ ഡയറക്ഷൻ. എല്ലാവരും തിയേറ്ററിൽ കാണണം. വളരെ സന്തോഷം. അതാണ് അതിൻ്റെ കേസ്. അതിൽ നിന്ന് ലേഡായിട്ട് ഇങ്ങനെ കഥ ഡെവലപ്പായി വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, നന്നായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് വളരെ ക്ലിയർ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ്. വളരെ പ്രേക്ഷകന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ശരിക്കും ഒരു ടെൻഷനിൽ നിർത്തിച്ചു. പിന്നെ ജെയ്ക്സ് ബിജിയുടെ BGM നമുക്ക് പറയാനില്ല. ആ ത്രില്ലർ മൊമെൻറ്റിന് ആ ഒരു ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ BGM ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ചാക്കോൻ്റെ കട്ടയ്ക്ക് നിന്ന പെർഫോമൻസ് ആയിരുന്നു. വിശാഖ് നായരുടെ ടീം ഒരു രക്ഷയില്ല. വില്ലന്മാരുടെ ആ ഗ്യാങ്ങൊക്കെ പൊളി പെർഫോമൻസ് ആയി. സാധാരണ സിനിമയിൽ അവരുടെ ഒരു പെർഫോമൻസ് ഒന്ന് ഡൗൺ ആവരുണ്ട്. അവർക്കും ശക്തമായ ഒരു ബാക്ക് സ്റ്റോറിയും നല്ല കഥാപാത്ര ബിൽഡപ്പും കൊടുത്തിട്ട് അവരുടെ പാർട്ടും അവർ ഗംഭീരമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ പോലീസ് സ്റ്റോറിയും ഫാമിലി സ്റ്റോറിക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപോലെ കണക്ട് ചെയ്തിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ.
ാണ് അന്ന് വരുന്നത്. എനിക്ക് അത് ഭയങ്കര വിഷമമുണ്ട്. എനിക്കിത് മലയാളം ഡയറക്ടർമാരോട് അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും ചാക്കോച്ചന് ആക്ഷൻ കൊടുക്കുക, ഇതിന് തീ പാർന്ന സാധനം കൊടുക്കും. പിന്നെ നല്ലൊരു ആക്ടറാണ്. മലയാളത്തിൽ 10-25 വർഷം നിൽക്കുന്ന ഒരു പേരുവർഷം പുതുക്കിയ നല്ലൊരു ആക്ടറാണ് മലയാള സിനിമയിലെ. ആ ചാക്കോച്ചനെയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആക്ഷന് ആ ചാക്കോച്ചന് അന്ന് നിന്ന് പിന്നോട്ടാണ്. നമ്മുടെ ഡയറക്ടർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഡയറക്ടർമാർ കൃത്യം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഒരു കലാകാരൻ എന്ന രീതി ഞാൻ പറയുകയാണെ, ഒരു ഫാൻസ് എന്ന രീതിയിൽ പറയുകയാണെ, ചാക്കോച്ചന് ആക്ഷനിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല രീതിയിൽ നല്ലോണം ആക്ഷൻ ചെയ്യുന്നില്ല, നല്ലോണം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നും അടി മേടിക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര, പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു. എനിക്ക് കയറി ഇടിക്കാതെ തോന്നി. അതാണ് ദേഷ്യം. ആ പിള്ളേരെ എടുത്തിട്ട് ഇടിച്ചിട്ട് പോലും അങ്ങോട്ട് ശരിക്കും പുള്ളിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു മാസ് സാധനം കൊണ്ട് പഞ്ചങ്ങോട്ട് വരുന്നില്ല. കാര്യം അടി മേടിക്കുകയല്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല. കേട്ടാ എന്ത് ചെയ്യാനാണ്? നമുക്ക് ഫാൻസിനെ ഇഷ്ടപ്പെടുമോ? നമുക്ക് ഭയങ്കരമായിട്ട് വിഷം വരും. കാരണം വെച്ചാൽ ഞാൻ കൊടുത്ത ക്ലൈമാക്സ് നല്ല അടിപൊളി പൊരിഞ്ഞ് അടി അടിക്കും പോലും അടി അങ്ങോട്ട് ഇങ്ങോട്ടുണ്ടെങ്കിലും വില്ലന്മാരും നായനും നമ്മൾ അടി ഉണ്ടെങ്കിലും ആദ്യം ഒരു അടിയുണ്ട്. ആ അടി ശരിക്കും മേടിക്കുമോ? പിന്നെ രണ്ടാമതിനെ കൊടുക്കുകയും മേടിക്കും. ക്ലൈമാക്സ് വന്നെങ്കിലും ശരിയൊക്കെ ചാക്കോച്ചൻ ഇത് പൊളിച്ചെടുക്കുന്നു പറഞ്ഞെങ്കിലും പക്ഷേ സന്തോഷത്തിൽ ക്ലൈമാക്സ് വന്നിട്ട് അടി മേടിക്കുക. പിന്നെ കൊടുത്ത് അങ്ങോട്ട് കൊടുക്കും. ശരിക്കും കൊടുത്ത് പടം പൊളിപ്പടമാണ്. എൻ്റെ ഒരു അപേക്ഷ ഇതുള്ളൂ. ഡയറക്ടർ മലയാളം ഡയറക്ടറാണ് ഇനിയും ചാക്കോച്ചൻ നല്ലൊരു ആക്ഷൻ കൊടുക്കും, മാസ് ആക്ഷൻ കൊടുക്കും. നല്ലൊരു സിനിമയാണ്. ശരിക്കും പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇറങ്ങിയതിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒരു ത്രില്ലർ പടമാണ്. ഒരു ഷെർലക് ഹോംസും എല്ലാം വന്നിട്ടുണ്ട്. ഷെർലക് ഹോംസിൻ്റെ ഒരു അന്വേഷണ രീതിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കഥ, അതിൻ്റെ ഡയറക്ഷൻ, BGM, കാസ്റ്റിംഗ് ഇതെല്ലാം വളരെ നല്ല നിലവാരം പുലർത്തി. ചാക്കോച്ചൻ്റെ പെർഫോമൻസ്, പ്രിയാമണിയുടെ തിരിച്ചുവരവ്, പിന്നെ അതിനകത്ത് ജഗദീഷിൻ്റെ ഒരു കഥാപാത്രം, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് എടുത്തു പറയിപ്പിക്കുന്നല്ല. പിന്നെ ഉണ്ണിലാലു ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം ചെയ്തേക്കുന്ന വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഉണ്ണിലാലിന് കഴിഞ്ഞു. ആരും മോശമല്ല. വില്ലനും വില്ലത്തികളെയെല്ലാം ഞാൻ പറയുന്നില്ല. അവരെല്ലാം നമ്മൾക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഇന്ന് നമ്മൾ വഴിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്തരം സംഭവങ്ങൾ, അത്തരം വില്ലന്മാരെയും വില്ലത്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവരെ നോട്ട് ചെയ്യാം. പോലീസ് ഓഫീസറാണ് വേറെ ലെവലിൽ. കാരണം ഇനി വച്ചൊരു വിധത്തിൽ കയറ്റാണ്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് വേറെ ലെവലാണ്. കാരണം അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതിനൊക്കെ അതുപോലെ തന്നെ ഇന്നത്തെ ആ ന്യൂ ജനറേഷനിൽ പല രീതിയിൽ തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഗംഭീര പെർഫോമൻസ്. ചാക്കോച്ചൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഗംഭീരം എന്ന് പറയാം. മേക്കിംഗ്, ക്വാളിറ്റി, ഓവറോൾ ബെസ്റ്റ് മൂവി. രക്ഷയില്ല, സൂപ്പറാണ്. തുടക്കം തൊട്ട് തീരുന്ന വരെ ശ്വാസം വിടാതിരുന്ന് കാണുമായിരുന്നു. ഒന്നും പറയാനില്ല, ഭയങ്കര സൂപ്പർ, അടിപൊളി.